Hi friends, welcome to Radha's Food Court. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ഒരു സമോസ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സമോസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു മെഷറിംഗ് കപ്പിന് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അജ്വൈൻ വേണം. അജ്വൈൻ മലയാളത്തിൽ അയമോദകം എന്നും പറയും. ഇനി നമുക്കൊരു 1/4 കപ്പ് എണ്ണ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒലിവ് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടണം. നമ്മൾ പുട്ടൊക്കെ കുഴയ്ക്കുമ്പോൾ ഒരു പരുവം നമുക്കറിയാമല്ലോ, അതുപോലെ. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണം. ഒരു തരിയായിട്ടേ നമുക്കാകത്തുള്ളൂ. നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇനി കുഴച്ചെടുക്കാം. മൈദ ആയതുകൊണ്ട് നല്ല തിക്കായിരിക്കും കുഴച്ച് കഴിയുമ്പോഴും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് സെറ്റായി കിട്ടും. ആ നേരം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിൻ്റെ കാര്യം നോക്കാം. ഫില്ലിങ്ങിന് ഈ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂട്ടുകളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരുപാട് നമുക്ക് വാട്ടറിയൊന്നും ആയി പോകണ്ട. കുറച്ച് തിക്കായിട്ട്, എനിക്കിപ്പം ഞാൻ വേവിച്ചപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി ഇത് കൂടുതൽ വെന്തുപോയി. നിങ്ങൾ ഇത്രയും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം സമൂസയ്ക്കകത്ത് വേണമെങ്കിൽ ഇത്രയും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഓരോ ഉരുളയായിട്ടെടുത്ത് പരത്തി അത് 2ആയിട്ട് നമ്മൾ ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഒരെണ്ണം 2 സമൂസ ഉണ്ടാക്കാം. കണ്ടില്ലേ, ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും, നല്ല തിക്കും ആയിരിക്കും. ഇത് പാതി എടുത്ത് നമ്മൾ കോൺ ഷേപ്പാക്കി മടക്കി നന്നായിട്ട് അതിൻ്റെ അറ്റമെല്ലാം നന്നായിട്ട് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്ത് സീൽ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മിഡിലിൽ നമുക്ക് സമൂസയുടെ ഫില്ലിങ് ആഡ് ചെയ്യാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിപ്പോൾ സമോസ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. സമോസ ഉണ്ടാക്കാൻ നമുക്ക് നല്ല ക്ഷമ വേണം. ഒരുപാട് ടൈം ആവശ്യമുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2-3 മണിക്കൂർ മിനിമം വേണം സമോസയുടെ മൊത്തം പ്രോസസ്സും ചെയ്ത് തീർക്കാൻ. സോ ടൈം അതുപോലെ മാറ്റി വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ തുടങ്ങാൻ. വീക്കെൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം കാണുമല്ലോ, അപ്പോൾ ട്രൈ ചെയ്യാം. ഒരു സൈഡ് വേകുമ്പോൾ മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് വേവിച്ചെടുക്കാം.
ആദ്യത്തെ സമോസ റെഡി ആയിട്ടുണ്ട്. സോ ഇതുപോലെ ഒന്നൊന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല സൂപ്പർ ആലു സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയാണ്. ക്ഷമ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് രാത്രിസ് ഫുഡ് കോർട്ട്.